ഇതിൽ ഒരു സെലക്റ്റീവ് പക്ഷപാതത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം എന്താണ്? ഇപ്പോ അങ്ങ് സൂചിപ്പിക്കുന്നു, ദേശവിരുദ്ധം എന്ന പ്രചരണത്തിലൂടെ RSSന്റെ പ്രചാരകനായി മുഖ്യമന്ത്രിയുടെ വാചകങ്ങൾ ആ നിലയിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രചരണത്തിന് ഉപയോഗിക്കുന്ന അനുഭവം ഉണ്ടായില്ലേ? ഓ ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. അത് തെറ്റിദ്ധരിക്കപ്പെടുകയും പിൻവലിക്കപ്പെടുകയും ചെയ്തിട്ടും എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പിൻവലിച്ചോ? ഞാൻ ചോദിക്കുന്നത് ജയിക്ക് പിൻവലിക്കപ്പെട്ടില്ല. പക്ഷേ ഹിന്ദുവിന്റെ പേജിൽ പോയാൽ അതിപ്പോഴും വായിക്കാം. ഹിന്ദു താഴെ കൊടുത്തിരിക്കുന്ന ഞങ്ങൾക്ക് തെറ്റിപ്പോയെന്ന ഒറ്റവരി കുറിപ്പല്ല ജയിക്ക്. അതിൽ കാണുന്നത് മുഖ്യമന്ത്രിയുടെ PR ഏജൻസി പറഞ്ഞത് പ്രകാരം ചേർത്തു. ഒരു PR ഏജൻസി എഴുതി തന്നാൽ ഞങ്ങൾ ചേർക്കാൻ പാടില്ലായിരുന്നു. അത് ഞങ്ങളുടെ എത്തിക്കൽ കോഡിനെതിരാണ്, ഞങ്ങളത് തെറ്റിപ്പോയി എന്നാണ്. ഞങ്ങൾക്ക് തെറ്റിപ്പോയി എന്നുള്ളതല്ല. അപ്പോഴും നിങ്ങൾക്ക് PR ഏജൻസി ഉണ്ട് എന്ന പ്രശ്നം അവിടെ ഹിന്ദുവിന്റെ പേജിൽ ഇപ്പോഴും കിടക്കുകയാണ്, ആ കുറിപ്പിൽ കിടക്കുകയാണ്. അവിടെ വ്യക്തത വന്നിട്ടില്ല. കോമ്രേഡ്, നിങ്ങൾക്ക് അതിലൊരു വ്യക്തത വരുത്തണമെന്ന് തോന്നുന്നില്ലേ? ഞാൻ എത്ര ദിവസമായി ഇത് ആവർത്തിച്ച് ചോദിക്കുന്നു. നിങ്ങൾക്കത് വ്യക്തത വേണ്ട എന്നാണെങ്കിൽ എനിക്ക് അതേ ചോദ്യം ആവർത്തിക്കുന്നതിൽ എനിക്ക് തന്നെ ഒരു ജാള്യതയുണ്ട്. സീരിയസ്, നിങ്ങളുടെ പ്രശ്നം എന്താണ്? അല്ല, നിങ്ങൾ ഈ ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇതിൽ നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഇതിൽ നിങ്ങളുടെ പ്രശ്നം PR ഏജൻസിയെ സംബന്ധിച്ച് സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തി ഈ കാര്യങ്ങൾ വെളിപ്പെടണമെന്നുള്ളതല്ല നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ പ്രശ്നം ഇത്തരം ഒരു പ്രയോഗം നടത്തിയപ്പോൾ ആദ്യ ദിവസം വാർത്ത വന്നു. അതല്ല, അത് വേറെ. നിങ്ങൾ പിൻവലിച്ചല്ലോ. ജയിക്ക് താങ്കൾ ഒറ്റ വാക്ക് ഇപ്പൊ പറഞ്ഞു, അതിനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കുമെന്ന് താങ്കൾ ഒറ്റ വാക്ക് പറഞ്ഞാൽ ആ ചോദ്യം ഞാൻ അവസാനിപ്പിക്കും. ഇനി ചോദിക്കില്ല. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ RSSന്റെ നേതാവിനെ പോയി കണ്ടപ്പോ എഴുതി കൊടുത്തത് വായിച്ചിട്ടുണ്ടാകും. അങ്ങനെ അങ്ങ് എഴുതി തരുന്നത് വായിക്കാനല്ല, അങ്ങ് പറയുന്ന ഒരു വാചകം ഉരുവിടാനല്ല. അന്വേഷിക്കുമോ ഇല്ലയോ നിലപാട് നിങ്ങൾക്കുണ്ടെന്ന് എന്റെ ചോദ്യം. ഞാൻ എഴുതി തരുന്നത് വായിക്കാനാണോ താങ്കളുള്ളത്? അങ്ങനെ വിചാരിക്കാനും മാത്രം ഒരു പരിമിത ബുദ്ധിയുള്ള ആളാണ് ഞാൻ. എന്റെ ചോദ്യം നിങ്ങൾക്ക് അങ്ങനെ അന്വേഷിക്കുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയുമോ, നിലപാടുണ്ടോ എന്നാണ്. അല്ലാതെ എന്റെ കുറിപ്പ് വായിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല. നിലപാടില്ലെങ്കിൽ ഇല്ല എന്ന് പറയാ, അന്വേഷിക്കുന്നില്ലെങ്കിൽ ഇല്ല എന്ന് പറയാ, ഞങ്ങൾ ആ വിഷയം അഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അതില്ല എന്ന് പറയാം. അത്രേ ഉള്ളൂ. വേണ്ടട്ടോ, നീ ചായ അടിച്ചാൽ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ. അവിടെയാണ് എനിക്ക് അങ്ങയോട് അർത്ഥസംഖ്യകൾക്കിടയില്ലാത്തവണ്ണം കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ടി വരുന്നത്. അവിടെയാണ്. കാരണം എന്താണ്? അങ്ങ് ഈ കാര്യങ്ങളൊക്കെ ദീർഘസമയം എടുത്ത് ചോദ്യ രൂപത്തിൽ പല കാര്യങ്ങൾ ആവർത്തിച്ചിട്ട് അങ്ങനോട് പറയുന്നു യെസ് ഓർ നോ പറഞ്ഞാൽ മതി. അവിടെയാണ് എനിക്ക് പറയുന്നത്, അങ്ങ് എഴുതി തരുന്നത് വായിച്ച് ഉത്തരം പറയാൻ വന്നിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയല്ല ഞാൻ. അങ്ങയുടെ ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയല്ല ഞാൻ. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ RSSനെ പോയി കണ്ടപ്പം RSSന്റെ വിദ്യാർത്ഥിയായി പോയിരുന്ന അനുഭവം നിങ്ങൾക്കുണ്ടാകും. ആ അനുഭവം വെച്ച് എന്റെ അടുക്കൽ പെരുമാറേണ്ടതില്ല. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ PR ഏജൻസി സംബന്ധിച്ച് ഉയർന്നു വന്ന വാർത്തകളെയൊക്കെ സംബന്ധിച്ചും ക്ലാരിറ്റിയോട് കൂടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കിത്, അതായത് പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം പറഞ്ഞു എന്ന് പറയുകയും പത്രം അത് തിരുത്തുകയും ചെയ്തിട്ടും വീണ്ടും അത് RSSന്റെ പ്രചരണമല്ലേ? അത് ചർച്ച വെച്ചില്ല. നമ്മുടെ മുഖ്യമന്ത്രി പറയാത്ത കാര്യം അദ്ദേഹത്തിന്റെ നാവിൽ തിരികാൻ ശേഷിയുള്ള അത്ര പവർഫുള്ളായ ഗൂഢാലോചന സംഘം ഏതാണ് എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ആൻസറില്ല. അത് ആരെങ്കിലും ആയിക്കോട്ടെ. നാളെയും മുഖ്യമന്ത്രിയുടെ നാവിൽ തിരികാൻ ഇത്തരം സംഘങ്ങൾ പ്രവർത്തിക്കും. ആരാണ് മുഖ്യമന്ത്രിയുടെ അനുമതിയും അറിവുമില്ലാതെ അടുത്ത് വന്നിരുന്ന ആ PR ഏജൻസിയുടെ തലവൻ? അതൊന്നും എനിക്കറിയാൻ മേല എന്നതൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട, നമുക്കറിയേണ്ട കാര്യമല്ലേ? എങ്ങനെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഈ സർക്കാരിന്റെ നയമല്ലാത്ത ഒരു കാര്യം ദേശീയ ദിനപത്രത്തിൽ അച്ചടിപ്പിക്കാൻ ശേഷിയുള്ള ആ പവർഫുൾ സംഘം ഏതാണ്? വല്ലാത്ത തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ.